അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. മിസ്രി കുഞ്ഞുവിൻ്റെ അരികിലേക്ക് ചായയുമായി ചെന്നു. പക്ഷേ മിസ്രിക്ക് കുഞ്ഞുവിൻ്റെ മുഖത്തേക്ക് നോക്കുവാനേ കഴിഞ്ഞില്ല. അവൾ ചായയും കൊടുത്ത് പെട്ടെന്ന് തന്നെ തിരിഞ്ഞു നടന്നു. അതെ, ഇന്ന് പുത്തൻവീട് തറവാട്ടിൽ വല്ലാത്തൊരു പ്രോഗ്രാം നടക്കുകയാണ്. മറ്റൊന്നുമല്ല, ആയിഷമ്മയുടെ കരളിൻ്റെ കഷ്ണങ്ങളായ ആ രണ്ട് പിഞ്ചു മക്കൾ, അതെ, ഹസനും ഹുസൈനും അവിടം വിട്ടു പോവുകയാണ് നമ്മുടെ ഉസ്താദിൻ്റെ വീട്ടിലേക്ക്. അതാണ് ഇന്ന് അവിടുത്തെ ഫങ്ഷൻ. എന്നാൽ കുഞ്ഞുവിൻ്റെ മുഖത്തേക്ക് ശരിക്കും അവൾക്ക് നോക്കാൻ കഴിഞ്ഞില്ലായിരുന്നു. ഒരു നോട്ടത്തിൽ തന്നെ അവൻ്റെ ആ ഒരു കണ്ണുകളിൽ നിന്നുള്ള ആ ഒരു വെളിച്ചം അവൾ ശ്രദ്ധിച്ചുവെങ്കിലും അവൾക്കത് പിന്നീടൊരിക്കൽ പോലും നോക്കാൻ കഴിഞ്ഞില്ല. അതെ, നാണം കൊണ്ടായിരിക്കും എന്ന് കുഞ്ഞുവും വിചാരിക്കുന്നു. അങ്ങനെ അതാ പുത്തൻവീട് തറവാട്ടിൽ ഇന്ന് പതിവില്ലാത്ത ഒരു തിക്കും തിരക്കും ഒപ്പം വിഷാദമുഖവുമായ മൗനവുമുണ്ട്. വീടിൻ്റെ ഉമ്മറപ്പടിയിൽ ആളുകൾ കൂടിയിരിക്കുന്നു. പ്രസവാനന്തരം 40 കഴിഞ്ഞ് തറവാട്ടിൽ വിശ്രമത്തിലായിരുന്ന സമീറ തൻ്റെ ഇരട്ടക്കുഞ്ഞുങ്ങളുമായി ഭർത്താവിനോടൊപ്പം വീട്ടിലേക്ക് മടങ്ങുകയാണ്. ആയിഷമ്മയുടെ മുഖത്ത് ആശങ്കയും വിഷമത്തിൻ്റെ കാർമേഘങ്ങളും പടർന്നിരിക്കുന്നു. അവർ സമീറയുടെ അരികിൽ വന്ന് സങ്കടത്തോടെ പറഞ്ഞു, എൻ്റെ മോളെ, എൻ്റെ പൊന്നു മോള്, സാധാരണ പ്രസവിച്ചു കഴിഞ്ഞാലേ ഉമ്മാര് മക്കളെ പറഞ്ഞേക്കല് 90 ദിവസമെങ്കിലും കഴിഞ്ഞിട്ടാണ്. 90 ദിവസമെങ്കിലും പെൺകുട്ടികൾ തറവാട്ടിൽ നിൽക്കണമെന്നാണല്ലോ പണ്ടത്തെ തന്നെ നിയമം. 90 കഴിഞ്ഞിട്ടല്ലേ കൊണ്ടുപോവുള്ളൂ. എൻ്റെ സാഹചര്യം ഞാൻ 90 കഴിഞ്ഞാലാണ് വിട്ടത്. കാരണം ഒന്നുമല്ല, നമ്മൾ നാടിൻ നരമ്പൊക്കെ നേരാകാനേ 90 ദിവസം വേണമെന്നാണ്. മറ്റേതെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ പെൺകുട്ടികളോ പെറ്റ് 4ാമത്തെ ദിവസം നീച്ച് പായലുണങ്ങി, 2 ദിവസം തന്നെ കിടന്നെങ്കിലായി. അങ്ങനെ പായി തന്നെ കൂല, അതിനും മണ്ടിയിട്ടും ഇതിനും മണ്ടിയിട്ടും തീരെ ഒരു ശ്രദ്ധയില്ല. എന്നാലോ കുറച്ചാണ്ടായി കഴിയുമ്പോൾ ഊരവേദന, കാല് വേദന, അത് വേദന, ഇത് വേദന എന്ന് പറഞ്ഞുകൊണ്ട് കുട്ടികളെ പരാതി തീരുമില്ല. പണ്ടത്തെ മനുഷ്യന്മാരൊക്കെ എങ്ങനെയാണോ ഒരു തലമുടിമല ചീർപ്പ് വരെ വെക്കാൻ അയക്കൂല, തല വാർന്നാൽ തലവേദന ആവും. പിന്നെ ഒരു കാലത്ത് ഇങ്ങനെയും പറഞ്ഞിരുന്നു, പല്ല് തേച്ചാൽ പല്ല് നല്ലോണം അമർത്തി തേച്ച് കഴിഞ്ഞാൽ പല്ലുവേദന ഇളകും. അതുവരെ പറഞ്ഞ കാലങ്ങളുണ്ട്. ഇപ്പം പിന്നെ അതൊന്നും കുട്ടികൾ കണക്കിലെടുക്കൂല, അതൊന്നും മാണ്ടേനും. കാരണം മിസ്വാക്ക് ചെയ്യുക, ബ്രഷ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ വൃത്തിൻ്റെ ഭാഗം തന്നെയല്ലേ അല്ലേ. എന്നാലും ഈ ഒരു മാണ്ടമാര് നീച്ച് മണ്ടി നടക്കലുണ്ടല്ലോ, ഭാരം പൊന്തിച്ചൽ, അതൊന്നും ചെയ്യരുതെന്നാണ് പണ്ട്. ഞാനൊക്കെ പെറ്റ് കിടന്ന കഥ നിങ്ങൾക്ക് കേൾക്കണം. 2 കാലും ഇങ്ങനെ കെട്ടിയിടുവേനു. ഇവിടെ എന്നെ കുളിപ്പിച്ചാൽ വന്ന ഒത്താച്ചി, എന്നിട്ട് എണ്ണപ്പാത്തിയിൽ അങ്ങനെ കെടുക്കലേനു. അങ്ങനെയേനു എൻ്റെ നവാസിനായാലും. എൻ്റെ നവാസിനേനു ഒന്നാമത്തതാകുമ്പോൾ എല്ലാ അമ്മമാരും അങ്ങനെ നല്ലോണം നോക്കുമല്ലോ. 2ാമത്തെ പ്രസവമാകുമ്പോൾ പിന്നെ അതിൻ്റേതായ രീതിയിൽ കുറച്ച് മറ്റേ കുട്ടീനും കൂടി നോക്കണം എന്നുള്ള ചിന്താഗതി കൊണ്ട് അയിമലും ഒരു കുറവൊക്കെ വരും. എന്നാലും 1ാമത്തേനൊക്കെ നല്ല മട്ടത്തിന്, അതും എൻ്റെ ഉമ്മാക്കൊക്കെ എങ്ങനെയായിരുന്നു 10-60 ദിവസം നല്ലോണം തേച്ച് കുളിച്ച 40 വെള്ളം ഇട്ടുകാണ്ട് നല്ല ചൂട് വെള്ളത്തിൽ ഇങ്ങോട്ട് കുളിപ്പിക്കുക. അങ്ങനെയൊക്കെ ആയിരുന്നു അന്നത്തെ. പെറ്റും ഇങ്ങോട്ട് നീച്ച് വരുമ്പോഴത്തേനും സുന്ദരിയാളായിട്ടുണ്ടാവും. അങ്ങനെ ഇക്കാരം ആ നീരും മേത്തത്ത് അതൊക്കെ ഇങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട്. പിന്നെ 90 കയ്യോളം നല്ല നോക്കും, പോഷക സമൃദ്ധമായ ഭക്ഷണങ്ങൾ തന്നിട്ടും ഒക്കെ. അല്ല മോളെ, കുറച്ചും കൂടി ഞാൻ ഒരു 10-70 ദിവസമെങ്കിലും നിന്നുകാണ്ട് പോയാൽ മതിയായിരുന്നു ഉമ്മ. അത് ഷമ്മാസ് പറഞ്ഞിരുന്നു എന്നോട്. ഉമ്മ ഉസ്താദ് ഒറ്റയ്ക്കല്ലേ, ഉസ്താദ്മാരല്ലേ, ഓല് അങ്ങനെ ഇങ്ങനെയൊന്നും ഭാര്യമാരെ കൊണ്ട് കൂടുതൽ പണിയെടുപ്പിക്കൂരല്ലോ, ഓൾക്ക് നല്ല ശ്രദ്ധയുണ്ടോ. ഓല് പറയും ഉസ്താദ്മാർ അങ്ങനെ കൂടുതൽ ഒരു എടുക്കാൻ സമ്മതിക്കൂല. എൻ്റെ ഷാമോനെ പറയറ്റുന്നില്ല. എന്നാലും മോൾ എനിക്കൊരു പൊറുതിയേട്. ഒന്നുമില്ലേ, എൻ്റെ മോൾക്ക് പെറ്റ തള്ളല്ലല്ലോ, അതുകൊണ്ടുള്ളൊരു പൊറുതിയേടാണ്, വേറെ ഒന്നും ഉണ്ടായിട്ടൊന്നല്ല. ആയിഷമ്മയുടെ മുഖത്ത് ആശങ്കയുടെയും വിഷമത്തിൻ്റെയും കാർമേഘങ്ങൾ പടർന്നിരിക്കുന്നു. അവർ സമീറയുടെ അരികിൽ സങ്കടത്തോടെ വന്ന് പറഞ്ഞു, എൻ്റെ മോളെ, എന്നാലും എനിക്ക് ഒരു ഇടങ്ങാറടി, ഇമ്മാൻ്റെ കുട്ടി നല്ല മട്ടത്തിന് കൂടുതൽ ഭാരമൊന്നും എടുക്കാൻ നിൽക്കരുത് കേട്ടാ. അതുമല്ല, സാധാരണ പ്രസവിച്ച് കഴിഞ്ഞാൽ 90 ദിവസമെങ്കിലും പെൺകുട്ടികൾ തറവാട്ടിൽ നിൽക്കണം എന്നാണ് പണ്ടത്തെ നിയമവും കാര്യങ്ങളൊക്കെ. ഇത് ഇത്രയും പെട്ടെന്ന് നിങ്ങളെ വിട്ടു പിരിയാൻ വയ്യ മോളെ, ആ കുട്ടികളെ വിട്ടു പിരിയണ അതിലേറെ ഇടങ്ങാറ്. അപ്പോൾ ഷമ്മാസ് സമാധാനിപ്പിക്കുന്ന സ്വരത്തിൽ ഉമ്മയോട് പറഞ്ഞു, ഉമ്മ, എന്തായാലും കുഞ്ഞിനിപ്പോഴും 10-60 ദിവസം തികഞ്ഞിട്ടില്ലല്ലോ, ഇനിയും ഉണ്ടല്ലോ ദിവസങ്ങളുണ്ട്. എന്നാലും അൽഹംദുലില്ലാ ഇത്രയും ദിവസം ഇവിടെ നിൽക്കാൻ കഴിഞ്ഞില്ലേ, ബാക്കി ചെന്നിട്ട് ഉസ്താദ് നോക്കിക്കോളുമ്മ. ആയിഷമ്മ ഒട്ടും തൃപ്തിയാകാതെ ആശങ്കയോടെ മറുപടി പറഞ്ഞു.
ഉസ്താദുമാർക്ക് എവിടെയാ മോനെ ഇതിനൊക്കെ നേരം? പള്ളിയിലെ ജോലിയും കാര്യങ്ങളായിട്ട് ഉസ്താദ് ഒറ്റയ്ക്കല്ലേ അവിടെ? ഉസ്താദുമാരുടെ ഭാര്യമാരും മക്കളെയൊക്കെ അവരെങ്ങനെ നോക്കുന്നു എനിക്കറിയണമല്ലേ? അതാണ് എനിക്ക് ഇത്രയും ബേജാറ്. ഓൾക്ക് 5 നേരം പള്ളിക്കൊക്കെ മണ്ടണം, ബാങ്ക് കൊടുക്കണം, പിന്നെ ഇമാമത്ത് നിൽക്കണം, അങ്ങനെ ഒരുപാട് ജോലികൾ ഇല്ലേ? ഷമ്മാസ് ചിരിച്ചുകൊണ്ട് ഉമ്മയെ ചേർത്ത് പിടിച്ചു. എൻ്റെ പൊന്നുമ്മ, ഇതിന് മാത്രം ഇങ്ങനെ പറയാനിപ്പോൾ എന്താ മോനെ? ഒന്നുമില്ല, എന്നാലും ഒരു ഞാനൊരു ഉമ്മയല്ലേ, എനിക്കുണ്ടാവില്ല ബേജാറും കാര്യങ്ങളും എന്ന് പറഞ്ഞ് ആയിഷമ്മ കണ്ണ് തുടച്ചു. എത്ര പേര് നോക്കിയാലും ഒരു ഉസ്താദ് സ്വന്തം കുടുംബത്തെ സ്നേഹിക്കുന്ന പോലെയും കരുതുന്ന പോലെയും നോക്കാൻ ആർക്കും കഴിയില്ലെന്ന് അവർക്കറിയാമായിരുന്നു. കാരണം അവർ ദീനുള്ളവരാണ്, പഠിച്ചതാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് അതറിയാം. അവർ മുത്തുഹബീബിൻ്റെ മാതൃക പിൻപറ്റുന്നവരാണ്. എങ്കിലും മനസ്സിൻ്റെ സ്നേഹക്കൂടുതൽ കൊണ്ടുള്ള ഒരു സങ്കടമായിരുന്നു ഐഷുമ്മാക്ക് അത്. പുത്തൻവീട് തറവാടിൻ്റെ പടിയിറങ്ങുന്ന ആ നിമിഷം വല്ലാതെ ഹൃദയഭേദകമായ കാഴ്ചയായിരിക്കുമെന്ന് ഐഷുമ്മാക്ക് നന്നായി അറിയാം. എല്ലാവർക്കും വേണ്ടി പ്രത്യേകം ബിരിയാണിയൊക്കെ സെറ്റാക്കിയിരുന്നു. എല്ലാവരും ഭക്ഷണമെല്ലാം കഴിച്ചു. സെമീറ ഇരട്ട കുഞ്ഞുങ്ങളെയും കൊണ്ട് പടിയിറങ്ങുകയാണ്. ആയിഷമ്മക്ക് പിടിച്ചു നിൽക്കാനായില്ല. അവരുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. കുഞ്ഞുങ്ങളുടെ കവിളിൽ തലോടിക്കൊണ്ട് അവർ പൊട്ടിക്കരഞ്ഞു പോയി. പൊന്നു മക്കളെ, നിങ്ങൾ പോവുകയാണോ? ഉമ്മാൻ്റെ പൈതം മക്കൾ ഇപ്പം തന്നെ പോവുകയാണോ? ഈ വീടിൻ്റെ ഐശ്വര്യമായിരുന്നല്ലോ എൻ്റെ കുഞ്ഞുങ്ങളും എൻ്റെ മോളും. ഇങ്ങനെ ഞാൻ എങ്ങനെ യാത്ര ആക്കും റബ്ബേ ഏറ്റുങ്ങളെ? ഉമ്മയുടെ ആ കരച്ചിൽ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരുടെയും കണ്ണുകളിൽ ഈറനെണയിപ്പിച്ചു. സെമീറയുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവൾ ഉമ്മയുടെ കൈകൾ മുത്തി പറഞ്ഞു, ഉമ്മ നിങ്ങൾ കരയില്ലേ? ഞാൻ പോയിട്ട് അധികം വൈകാതെ വരുമല്ലോ, ഞങ്ങൾക്ക് വേണമെങ്കിൽ വരാലോ. മോളെ, അതൊക്കെ ശരി തന്നെയാണ്, എന്നാലും ഒരിടങ്ങാറ് മോളെ. എനിക്ക് നല്ല മട്ടത്തിൽ നിൽക്കണം കേട്ടോ. കുട്ടികൾ രണ്ടെണ്ണം കൂടി ആകുമ്പോഴേ ഒരാളാണെങ്കിൽ പ്രശ്നമില്ലേനു, പിന്നെ ഐഷു ആവണല്ലോ ഉള്ളൂ. അത് ചെറിയ പൈതലല്ലേ. ഇനി ഉമ്മ ഐഷു കുട്ടികളൊക്കെ കളിപ്പിക്കും. അവൾക്ക് കിൽക്കാക്കോട്ടൊക്കെ കിൽക്കി കൊടുത്തിട്ട് അവളിങ്ങനെ കരച്ചിലൊക്കെ മാറ്റാറുണ്ട്. അതൊക്കെ ഉള്ളു പഠിച്ചതല്ലേ ഉമ്മ. എന്നാലും ഭാഗ്യമല്ലേ ഐഷുള്ളത്. മോളെ ശരി, എൻ്റെ കുട്ടിക്ക് എന്തെങ്കിലും കുളിക്കാനോ നനക്കാനൊക്കെ ഒന്ന് പോകണമെന്നുണ്ടെങ്കിലേ ഒരാൾ ഉസ്താദിന് പിന്നെയെന്ന് വെച്ചാൽ പള്ളിക്കത്തെ കാര്യം കറക്റ്റ് രീതിയിൽ നോക്കണമല്ലോ. അത് പിന്നെ ആക്കാമെന്ന് പറയാൻ പറ്റുമല്ലോ. ബാങ്ക് ആണെങ്കിൽ ആ കൃത്യസമയത്ത്, ഇമാമ നിൽക്കുകയാണെങ്കിൽ അതാ കൃത്യസമയത്ത്, അതൊക്കെ നല്ല രീതിയിൽ ആക്കണ്ടേ. മോള് വിഷമിക്കാൻ വേണ്ടി പറയുന്നല്ല, എന്നാലും സാറില്ലേ പോയിക്കോളുന്നാൽ. എന്നാൽ നുസൈബയുടെ കണ്ണുകൾ നിറഞ്ഞു. ഉമ്മ, എന്തായാലും ഉസ്താദ് പറഞ്ഞതല്ലേ, ഇനിയിപ്പോൾ അതും ഇത്രയും ദിവസം 19 ദിവസത്തോളം ഇവിടെ നിന്നില്ലേ, ഇനിയും ഇപ്പോൾ 40 കഴിഞ്ഞാൽ 39 കൊണ്ടാൻ വേണ്ടി നിൽക്കിയതാണ്. കുറച്ച് ദിവസം കൂടി പോയില്ലേ, ഇനിയിപ്പോൾ ഉമ്മ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കണ്ട. അവർ നല്ല രീതിയിൽ ജീവിക്കട്ടെ, അതല്ലേ നല്ലത്. നുസൈബ ഉമ്മയെ സമാധാനിപ്പിച്ചു. പുത്തൻവീട് തറവാടിൻ്റെ പടിയിറങ്ങുന്ന നിമിഷം വല്ലാതെ ഹൃദയഭേദകമായിരുന്നു. സമീറ ഇരട്ട കുഞ്ഞുങ്ങളെയും നെഞ്ചോട് ചേർത്ത് പടിയിറങ്ങി വരാൻ വേണ്ടി നിൽക്കുകയാണ്. ആയിഷമ്മക്ക് പിടിച്ചു നിൽക്കാനായില്ല. അവരുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. കുഞ്ഞുങ്ങളുടെ കവളിൽ തലോടിക്കൊണ്ട് അവർ പൊട്ടിക്കരഞ്ഞു പോയി. എൻ്റെ പൊന്നു മക്കളെ, പഠിച്ചവൻ്റെ കാവൽ നിങ്ങളെ മേലിലുണ്ടാകട്ടെ. അല്ലാ റബ്ബേ, ഒന്നിനും മടിക്കാത്തവരാണ്. ഒരു നിമിഷം സമീറ ഓർത്തത് മറ്റൊന്നും ആയിരുന്നില്ല. അതെ, തൻ്റെ കുഞ്ഞുങ്ങളെ ഇല്ലാതാക്കുവാൻ വേണ്ടിയും പലരും ശ്രമിക്കുന്നുണ്ടായിരിക്കും. പഠിച്ചോനെ നീ കാക്കല്ല. അവൾക്ക് പെട്ടെന്ന് അവളുടെ ആദ്യ ഭർത്താവ് നാസറിനെ കുറിച്ച് ഓർമ്മ വന്നു. അയാളെങ്ങാനും ഞങ്ങളില്ലാത്ത നേരത്തെങ്ങാനും വേണ്ട, അതൊന്നും വിചാരിക്കണ്ട, ചിന്തിക്കണ്ട. ഉമ്മാക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു. മക്കളെ, എന്നാൽ അസ്സലാമു അലൈക്കും. ആയിഷുമ്മയെ കെട്ടിപ്പിടിച്ച് അതാ സമീറ പടിയിറങ്ങുവാൻ നിൽക്കുകയാണ്. അങ്ങനെ ആ സുന്ദര നിമിഷത്തിൽ ഉസ്താദ് മുന്നോട്ട് വന്നു. കാരണം ഉസ്താദിന് സന്തോഷമാണ്. കാരണം എനിക്ക് എൻ്റെ ഭാര്യയുടെയും മക്കളുടെയും കൂടെ സ്വന്തം വീട്ടിൽ നിൽക്കാലോ എന്നുള്ള. അദ്ദേഹം ഒരു കുഞ്ഞിനെ വാത്സല്യത്തോടെ എടുത്തു. ആയിഷമ്മ മറ്റൊരു കുഞ്ഞിനെയും വാരി പുണർന്നുകൊണ്ട് എടുത്തു. ഉമ്മാൻ്റെ കുട്ടികൾ പോവുകയാണോ? ഉമ്മാൻ്റെ പൈത മക്കൾ പോവുകയാണോ? ഉമ്മാക്ക് ഞാരാ ഉണ്ടാകുക നിങ്ങൾ പോയാൽ? നിങ്ങൾ ആ ചിരി കാണുമ്പോൾ തന്നെ എന്തോ ഒരു സമാധാനമാണ് റബ്ബേ. എൻ്റെ കുട്ടികൾ പോവുകയാണോ? ഉമ്മാൻ്റെ കുട്ടികൾ പോവുകയാണോ? പോയിക്കോട്ടെ, അൽഹംദുലില്ലാ. എന്നാലും റാഹത്തോടു കൂടി പ്രസവവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് യാതൊരു ബുദ്ധിമുട്ടും ഓൾക്കുണ്ടായില്ല. എല്ലാവരും പറയും തടിയുള്ള പെണ്ണുങ്ങൾക്ക് നല്ലോണം പെട്ടെന്ന് ഓപ്പറേഷൻ വേണ്ടി വരും, അങ്ങനെ എങ്ങനെ മെലിഞ്ഞോലാണ് വേഗം പ്രസവിക്കുക, പിന്നെ നല്ല നീളമുള്ള പെണ്ണുങ്ങളെ വേഗം പ്രസവിക്കുക. ഏതായാലും എൻ്റെ സെമീറ അതിനാത്രം വലിയ വലിപ്പമൊന്നും ഇല്ലല്ലോ, ഒരു പാകത്തൊരു തടിയും വലിപ്പമൊക്കെ തന്നെയല്ലേ. തടി കുറച്ച് കൂടുതലുണ്ടായിരുന്നു. ഇപ്പം അൽഹംദുലില്ലാ അതും കുഴപ്പമില്ല.
എന്നാലും പെറ്റീച്ചപ്പോൾ എൻ്റെ കുട്ടീൻ്റെ മുഖത്തേക്ക് നോക്കാൻ നല്ലൊരു ഈമാണ്ട്, എന്തോ ഒരു തെളിച്ച, മാഷാ അല്ലാ. പുറത്ത് ഷമ്മാസ് കാർ ഡ്രൈവർ സീറ്റിൽ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് തയ്യാറായി നിൽക്കുന്നുണ്ട്. കാറിനടുത്തേക്ക് ഉസ്താദും ആയിഷമ്മയും ഇരട്ട കുഞ്ഞുങ്ങളുമായി നീങ്ങി. നുസൈബയും മിസിരിയൊക്കെ ഓടിയെത്തി. അതെ, അവർ കുഞ്ഞിനെ വീണ്ടും ചുംബിച്ച് വാരി പുണർന്നു. ഉസ്താദ് ഫ്രണ്ടിലിരിക്കുന്ന സമീറ പിന്നിലായിട്ടും ഉസ്താദിൻ്റെ കയ്യിലും ഒരു കുഞ്ഞ്, സമീറയുടെ കയ്യിലും മറ്റൊരു കുഞ്ഞ്. ഷമ്മാസാണ് അവരെ ആക്കി കൊടുക്കുന്നത്. ഉമ്മ എന്നാ പോട്ടെട്ടോ. ഉമ്മ വിതുമ്പി കരഞ്ഞു. അതെ, കൂടെ നമ്മുടെ സമീറയും. എന്നാൽ അത് കണ്ട് ഷമ്മാസിൻ്റെയും ഉസ്താദിൻ്റെയും കണ്ണുകൾ നിറഞ്ഞു. ഉമ്മ, എൻ്റെ കുട്ടി നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. എന്നാൽ ഉസ്താദ് പറഞ്ഞു, ഉമ്മ സമീറയുടെ കാര്യത്തിൽ നിങ്ങളൊന്നും വിഷമിക്കണ്ട, ഞാനുണ്ടല്ലോ ഓൾക്ക്. മോനെ, അതാണുള്ള സമാധാനം. ഞാനും പഠിച്ചറപ്പ് കാക്കട്ടെ. അങ്ങനെ വിതുമ്പുന്ന മനസ്സോടെ, നിറയുന്ന കണ്ണുകളോടെ ആയിഷുമ്മ അതാ പുത്തൻ വീട് തറവാട്ടിൽ നിന്ന് സമീറയെ യാത്രയാക്കുകയാണ്. ഷമ്മാസ് കാറ് മുന്നോട്ടെടുത്തു. തറവാട് മുറ്റത്ത് നിന്നിരുന്ന എല്ലാവരും കൈവീശി യാത്രാമൊഴി നേർന്നു. പുതിയ സ്വപ്നങ്ങളുമായി ഇരട്ട കുഞ്ഞുങ്ങളുടെ ഇളം ചൂടുള്ള ആ ഒരു കിറുക്കിലങ്ങളുമായി സമീറയും കുടുംബവും ആ യാത്ര തുടർന്നു. ഐഷു 2 കുഞ്ഞുങ്ങളെയും മാറി മാറി നോക്കുന്നുണ്ട്. സമീറയും കുടുംബവും ആ യാത്ര തുടർന്നു. ഉസ്താഹിൻ്റെ സ്നേഹത്തണലിലേക്ക്, അവരുടെ കൊച്ചു സ്വർഗത്തിലേക്ക്. സ്വന്തം മോളെപ്പോലെയായിരുന്നു ഐഷുമ്മ സമീറയെ കണ്ടത്. കാരണങ്ങളുടെ ആഴവും സ്നേഹത്തിൻ്റെ തീവ്രതയും നിറഞ്ഞ ആ മടക്കയാത്രയിൽ സമീറയുടെ മനസ്സ് പൂർണ്ണമായും കഴിഞ്ഞ ദിവസങ്ങളിലൂടെ ഒരു തീർത്ഥാടന യാത്രയിലായതുപോലെ തോന്നി. കാറിൻ്റെ ജനാലച്ചില്ലയിലൂടെ പുറത്ത് നോക്കിയിരുന്ന സമീറയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. തറവാട്ട് പടിയിറങ്ങി വരുമ്പോൾ കേട്ട ആയിഷമ്മയുടെ കരച്ചിൽ അവളുടെ കാതുകളിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. ആ യാത്രയിൽ സമീറ തൻ്റെ മനസ്സിൽ ഓർത്തെടുത്ത ഓരോ നിമിഷങ്ങളും അതാ സ്വപ്നം പോലെ അവളുടെ മനസ്സിലേക്ക് വന്നു. ഒരിക്കലും ഒരു മരുമകളായോ ഒന്നുമല്ല, ഒരു വേലക്കാരിയായില്ല, സ്വന്തം പെറ്റ് മകളെ പോലെയാണ് ഉമ്മ എന്നെ സ്വീകരിച്ചത്. കാർ മുന്നോട്ട് നീങ്ങുമ്പോഴും സമീറയുടെ ഓർമ്മകൾ പിന്നോട്ട് സഞ്ചരിക്കുകയായിരുന്നു. തന്നെ പ്രസവത്തിനായി ആ വീട്ടിലേക്ക് കൊണ്ടുവന്ന നാളുകൾ മാത്രമല്ല അവൾക്ക് ഓർക്കാനുണ്ടായിരുന്നത്. താൻ ആദ്യം വീട്ടിലേക്ക് കടന്നു വന്ന നിമിഷം മുതലാണ് തനിക്ക് ആയിഷമ്മ നൽകിയ ആ ഒരു സ്നേഹം, സ്വന്തം മകളെപ്പോലെ, അല്ലെങ്കിൽ അതിനേക്കാൾ ഉപരിയായി ചേർത്ത് പിടിച്ച സ്നേഹം. ജീവിതത്തിൽ പല പ്രതിസന്ധികളും അപരിചിതമായ ചുറ്റുപാടുകളും വന്നപ്പോൾ ആയിഷമ്മ തന്ന ധൈര്യവും തളർന്നു പോകുമ്പോഴെല്ലാം നൽകിയ ആശ്വാസവാക്കുകളും സമീറയുടെ മനസ്സിൽ തെളിഞ്ഞു വന്നു. സ്വന്തം പെൺമക്കളെ പോലെ സമീറയുടെ ചെറിയ വിഷമങ്ങൾ പോലും ആയിഷമ്മ അതിൽ പോലും കണ്ണീർ പൊഴിച്ചിട്ടുണ്ട്. ആ കരുതൽ ഓർക്കുമ്പോൾ സമീറയുടെ തൊണ്ട ഇടറി. പ്രസവാനന്തരം തനിക്ക് പുത്തൻ വീട് തറവാട്ടിൽ ലഭിച്ച ആ രാജകീയമായ പരിചരണങ്ങൾ സമീറ ഓരോന്നായി ഓർത്തു. തേച്ചു കുളിപ്പിക്കലും ഔഷധക്കൂട്ടുകളും. ദിവസവും രാവിലെ ആയിഷമ്മ തൻ്റെ അരികിൽ വന്ന് 40 മരമിട്ട് തിളപ്പിച്ച വെള്ളം എടുത്തു വെക്കുന്നതുവരെ സമീറ ഓർത്തു. ശരീരത്തിന് ഉന്മേഷം നൽകാൻ 40 മരത്തിൻ്റെ തൈലവും കുഴമ്പവും ശരീരമാകെ തേച്ചു പിടിച്ച് സ്നേഹത്തോടെ മസാജ് ചെയ്ത് കുളിപ്പിച്ചത് ആയിഷമ്മ പ്രത്യേകം പറഞ്ഞു ഏൽപ്പിച്ചതായിരുന്നു. ആ ഔഷധവെള്ളത്തിൻ്റെ ചൂടും സ്നേഹത്തിൻ്റെ ചൂടും ഒരുപോലെ തൻ്റെ ശരീരത്തെയും മനസ്സിനെയും തഴുകി ഉണർത്തിയിരുന്നു. എന്നാൽ പ്രസവിച്ച പെൺകുട്ടികൾക്ക് കഴിക്കാൻ നൽകേണ്ട പ്രത്യേക വിഭവങ്ങൾ ആയിഷമ്മ ഒരിക്കലും മുടക്കിയിരുന്നില്ല. ഈത്തപ്പഴവും പ്രത്യേക ഔഷധമരുന്ന് ലേഹ്യങ്ങളും പാകത്തിനരിച്ച് കുഴച്ച് അല്പാൽപമായി തന്നതും അവൾ ഓർത്തു. സമീറയുടെ ചുണ്ടിൽ അറിയാതെ ഒരു പുഞ്ചിരി വിരിഞ്ഞു. മാറിടത്തിലെ പാലുറക്കാനും ശരീരം പുനർജീവിക്കാനും ആയിഷമ്മ ഉണ്ടാക്കിയ ഉള്ളിച്ചോറും ഉലുവ കഞ്ഞിയുടെ മണവും ആ വീടിൻ്റെ അന്തരീക്ഷത്തിൽ ഇപ്പോഴും തങ്ങി നിൽക്കുന്നത് പോലെ അവൾക്ക് തോന്നി. ഓരോ നേരവും ചോറിലുള്ള പലപ്പോഴും എനിക്ക് വായിൽ വെച്ച് തന്നിട്ടുണ്ട്. സ്വന്തം ഉമ്മയേക്കാൾ വലിയ കരുതലായാണ് ആയിഷമ്മയെ അവൾ കണ്ടത്. റബ്ബേ, എൻ്റെ ഉമ്മ നഷ്ടപ്പെട്ടു എങ്കിലും ആയിഷമ്മ എനിക്ക് തന്ന പരിചരണങ്ങൾ ഏതൊരു അമ്മായിമ്മയായാലും മരുമക്കളോട് കാണിക്കുന്ന, എന്നാൽ അതിനേക്കാൾ സ്നേഹമുള്ള രീതിയിലാണ് ആയിഷമ്മ എന്നെ നോക്കിയത്. ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് പുറമെ മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും ശുദ്ധീകരണത്തിനും സംരക്ഷണത്തിനും ആയിഷമ്മ നൽകിയ മുൻകൈകളായിരുന്നു മറ്റൊരു കാര്യം. ദുർമന്ത്രവാദങ്ങളോ ഏടുകളോ അല്ല, മറിച്ച് വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ ഓതി തന്ന് പലപ്പോഴും എൻ്റെ മക്കൾക്ക് ആയത്തിൽ കുറിച്ച് ഓതി
ഊതിക്കൊടുത്ത് എൻ്റെ തലയിലും ഊതിത്തന്ന് പ്രവാചക ചര്യപ്രകാരമുള്ള മന്ത്രണം ചെയ്ത് അങ്ങനെ ഒരുപാട് വിഷമഘട്ടങ്ങളിലും സഹായിച്ചിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട മക്കൾക്കൊരു ദോഷവും വരാതിരിക്കാനും കണ്ണീറിൽ നിന്നും ദുർബലതകളിൽ നിന്നും രക്ഷ നേടാനും ആയുഷുമ്മ ആയത്തുൽ കുർസിയൊക്കെ ഒരുപാട് ഊതി തന്നിട്ടുണ്ട്. ഇബ്ലീസിനെ അകറ്റാൻ സുഗന്ധദ്രവ്യങ്ങൾ അവിടെ പുകച്ചു. ഓതി മന്ത്രിച്ച വെള്ളം കൊണ്ട് നടത്തിയ കുളികളും സമീറ ഓർത്തു. ആ വിശ്വാസത്തിൻ്റെ കരുത്താണ് തന്നെയും കുഞ്ഞുങ്ങളെയും ഈ നിലയിൽ ആരോഗ്യത്തോടെ നിലനിർത്തിയത്. ഇത്രയൊക്കെ കരുതിയും സ്നേഹിച്ചും കൂടെ നിന്ന ആയുഷമ്മയെ വിട്ടുപോരുമ്പോഴുള്ള വേദന സമീറയുടെ നെഞ്ചുരുകി. കാറിൻ്റെ ചില്ലിൽ കൂടി പിറകോട്ട് പോകുന്ന തറവാട് വീടിൻ്റെ ദൃശ്യങ്ങൾ മറഞ്ഞു പോകുമ്പോൾ അവളുടെ കണ്ണുകൾ വീണ്ടും തോരാതെ പെയ്തുകൊണ്ടിരുന്നു. എൻ്റെ മോളെ പോവുകയാണോ എന്ന് പറഞ്ഞു കരഞ്ഞ ഉമ്മയുടെ മുഖം അവളിൽ മായാതെ നിന്നു. അതെ, തൻ്റെ ജീവിതത്തിൽ മറക്കാനാകാത്ത ഒരു ഏടാണ് ആയുഷമ്മ എനിക്ക് വേണ്ടി സമ്മാനിച്ചത്. ഒരിക്കലും മറക്കാനാവാത്ത വലിയൊരു സ്വപ്നമായിരുന്നു അത്. ആ ഇരട്ടക്കുട്ടികളുടെ ഉമ്മ മനസ്സിൽ ആയുഷമ്മക്ക് നീണ്ട പ്രാർത്ഥനകൾ അർപ്പിച്ചുകൊണ്ട് സമീറ പുതിയൊരു യാത്രയിലേക്ക് കണ്ണീരോടെ മിഴികളടച്ചു. എന്നാലും അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് മച്ചി എന്ന് വിളിച്ച എനിക്ക് പടച്ച റബ്ബ് 2 കുട്ടികളെ തന്നു, ഇരട്ട കുട്ടികളെ തന്നു. അള്ളാഹുവേ, എല്ലാം വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ എത്ര ഭാഗ്യവതിയാണ് അല്ലാ. അവർ എന്നെ മച്ചി എന്ന് വിളിച്ച് ഉപദ്രവിക്കലും കളിയാക്കലും എല്ലാവരും ഒരുപാട് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അവരെന്നെ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ട്. ഭർത്താവ് മദ്യപിച്ച് വന്ന് എന്നെ ഉപദ്രവിച്ചിട്ടുണ്ട്, ചവിട്ട് പുറത്താക്കിയിട്ടുണ്ട്. എങ്കിലും ക്ഷമിച്ച് സഹിച്ച് ഞാനവിടെ നിന്നു. കാര്യം മറ്റൊന്നുമല്ല, എനിക്ക് സ്വന്തമായി വീടില്ല. ഉമ്മയും പാപ്പയും മരിച്ചു പോയതാണ്. ആങ്ങളെ എവിടെയാണോ എന്ന് പോലും അറിയില്ല. ഉറ്റവരും ഉടയവരുമില്ലാത്ത എൻ്റെ ജീവിതത്തിലേക്ക് എനിക്ക് എങ്ങോട്ട് പോകാനാ എന്ന് കരുതിയിട്ട് ഞാൻ അവിടെ തന്നെ കഴിയുകയായിരുന്നു. ഒരുപാട് ഉപദ്രവം സഹിച്ചിട്ടുണ്ട്. അതെ, വീടിൻ്റെ ചുറ്റുഭാഗത്തുമുള്ള ആ ഒരു തോട്ടത്തിൽ എപ്പോഴും പണി തരും. വിറക് വെട്ടലും പെറുക്കലുമായിട്ട് അങ്ങനെ അത് വേറെ. റബ്ബേ, നിലം കൊത്തിക്കളക്കലും അങ്ങനെ ഒരുപാട് ചെയ്യിപ്പിക്കും. വിശന്ന് വലഞ്ഞ് അടുക്കളയിലെത്തി ദോശയെല്ലാം ചുട്ടുവെച്ച് പോയതായിരിക്കും. പക്ഷെ തിരിച്ചു വരുമ്പോൾ അതിലൊന്നും ഉണ്ടാവില്ല. അവസാനം കഞ്ഞിവെള്ളത്തിലിട്ട ചോറ് വരെ അതിൽ നിന്ന് വാരി കഴിച്ചിട്ടുണ്ട് വിശന്നിട്ട്. അവരുടെ തീറ്റ കഴിഞ്ഞാൽ അത് വെള്ളത്തിലിടും. റബ്ബേ, എന്നെ അത്രക്കും കഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. റഹ്മാനെ, അതൊക്കെ ഓർക്കുമ്പോൾ ഞാനിപ്പോൾ എത്രമാത്രം സ്വർഗത്തിൽ താമസിക്കുന്ന പോലെയാണ് റഹ്മാനെ. അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ക്ഷമിച്ച് നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ പടച്ച റബ്ബ് നമ്മുടെ ജീവിതത്തിൽ നല്ലൊരു ഉയർച്ച തരും. അതിന് ഉത്തമ ഉദാഹരണം ഞാൻ തന്നെയാണ്. ഞാൻ എന്തൊരു ഭാഗ്യവതിയാണല്ലാ. എൻ്റെ ഭർത്താവ് ഒരു ഉസ്താദാണ്. ഉപരി എനിക്ക് നല്ലൊരു സ്വാലിഹായ മനുഷ്യൻ്റെ സ്നേഹവും കരുതലും എല്ലാം തരുന്ന എൻ്റെ ഉസ്താദ്. അതുമാത്രമല്ല, എനിക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല സമ്മാനിച്ച ഇരട്ട കുഞ്ഞുങ്ങളെ സമ്മാനിച്ചത് എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവാണ്. അല്ലാ, ഇത് വല്ലാത്തൊരു അത്ഭുതം തന്നെയാണ്. എനിക്കിത് വിശ്വസിക്കുവാനേ കഴിയുന്നില്ല അല്ലാ. ആയിഷമ്മയെക്കുറിച്ച് ഓരോന്ന് സമീറ ഓർത്തു. അള്ളാഹു എനിക്ക് ഈ ഭൂമിയിൽ തന്ന ഏറ്റവും വലിയ മഹാഭാഗ്യമാണ് ആയിഷമ്മ എന്നവൾ ഉറച്ചു വിശ്വസിച്ചു. എന്നാൽ അല്പസമയത്തെ യാത്രയ്ക്ക് ശേഷം ഷമ്മാസ് അവരുടെ ആ ഫ്ലാറ്റിൻ്റെ മുമ്പിലേക്ക് വാഹനം കൊണ്ടുപോകുന്നു. ഷെമി ഉസ്താദ് തട്ടി വിളിക്കുന്നത് കേട്ടാണ് അവളുടെ സ്വപ്ന ലോകത്തിൽ നിന്ന് ഉണർന്നത്. അല്ല, എന്താ ഇറങ്ങുന്നില്ലേ? ഷാമോന് പോകാൻ നേരം വൈകുന്നുണ്ടാവും. ഏയ്, അതൊന്നുമില്ല ഉസ്താദേ. അപ്പോൾ തന്നെ ഷമ്മാസ് ഡിക്കി തുറന്ന് സാധനങ്ങളെല്ലാം പുറത്തേക്ക് വെച്ചു. വേണ്ട ഷാമോൻ, അതെല്ലാം ഞങ്ങൾ എടുത്തോളാം. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ എന്ന് പറഞ്ഞ് അവരുടെ ലഗേജുകളെല്ലാം നേരെ ഫ്ലാറ്റിൻ്റെ ആ ഒരു ലിഫ്റ്റിൻ്റെ ഭാഗത്തേക്ക് കൊണ്ടുപോകുന്നു. ഉസ്താദും സമീറയും 2 കുഞ്ഞുങ്ങളെയും പിടിച്ചിട്ടുണ്ട്. എന്നാൽ ഉസ്താദ് ഒരു കൈ കൊണ്ട് എടുക്കുവാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഷമ്മാസ് പറഞ്ഞു, എൻ്റെ പൊന്നുസ്താദേ, നിങ്ങൾ ദയവായി ഇതൊന്നും തൊടണ്ട. അതെ, നിങ്ങൾ മക്കളെയും കൊണ്ട് ലിഫ്റ്റിന് മുകളിലേക്ക് കയറി. അടുത്ത പ്രാവശ്യം ഞാൻ ലഗേജുമായി വരാം. അങ്ങനെ അവർ ലിഫ്റ്റിൽ കയറി മുകളിലേക്ക് പോകുന്നു. എന്നാൽ ഷമ്മാസ് പുറത്ത് നിൽക്കുന്നത് കണ്ട് ആയിഷ ചോദിച്ചു, അപ്പോൾ ഷാമോൻക്ക് പോരുന്നില്ലേ? ആ, ഇക്കിപ്പോൾ വരട്ടോ, മോള് പോയിക്കൂടി എന്ന് പറഞ്ഞുകൊണ്ട് അവർ ലിഫ്റ്റിൽ കയറിപ്പോയി. എന്നാൽ
ഐഷുവിന് വല്ലാത്ത ടെൻഷൻ ഉണ്ടായിരുന്നു ഷാമോൻ കയറാത്തതിൽ. എന്നാൽ അതാ അടുത്ത പ്രാവശ്യം ലിഫ്റ്റ് വന്നപ്പോൾ അതിലേക്ക് എല്ലാ സാധനങ്ങളും അതിലേക്ക് കയറ്റി. അങ്ങനെ ഷമ്മാസും അവരുടെ റൂമിനടുത്തേക്ക് ചെന്നു. ഉസ്താദ് എല്ലാം ഒന്ന് സെറ്റപ്പ് ആക്കിയിരുന്നു. അങ്ങനെ അതാ സന്തോഷത്തോടു കൂടി ഉസ്താദും മക്കളും സമീറയും കൂടെ അവരുടെ ആ ഒരു കുഞ്ഞു സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഷമ്മാസ് പറഞ്ഞു, എന്നാൽ ഉസ്താദേ പെങ്ങളെ എന്നാൽ ഞാൻ ഇറങ്ങട്ടെ. എന്നാൽ അത് കേട്ടപ്പോൾ സമീറയുടെ ഹൃദയം പൊട്ടി. അതെ ഷമ്മാസ് എൻ്റെ ആരുമല്ല, പക്ഷേ എനിക്കൊരു ആങ്ങളയുടെ സ്ഥാനത്തായിരുന്നു. എൻ്റെ ആങ്ങൾ എനിക്ക് ചെയ്തു തരുന്ന എല്ലാ കാര്യങ്ങളും ഷമ്മാസ് ചെയ്തു തന്നിരുന്നു. എനിക്കൊരു ആങ്ങളയില്ല, പക്ഷേ എനിക്ക് പടച്ച റബ്ബായിട്ട് ഇറക്കി തന്ന ഒരാങ്ങളെയായിരുന്നു ഷമ്മാസ്. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ഷാമോനെ പോവല്ലേ പെങ്ങളെ, ഞാൻ പോയിട്ട് വരാം. പിന്നെ എന്തായാലും റാഹത്തായി. ഈ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ടാണ് കൊതിച്ചത്. ഇനി ഇൻഷാ അല്ലാ ഒരാഗ്രഹം കൂടെ ഉണ്ട്, നിങ്ങളെ സ്വന്തമായ വീട്ടിലേക്ക് താമസിപ്പിക്കുക എന്നുള്ളത്. ഇപ്പോൾ നിങ്ങൾ ഫ്ലാറ്റിലാണ്, വാടക കൊടുക്കുന്നുണ്ട് അല്ലേ? അതിന് ഷാമോൻ തന്നെ എല്ലാം കൊടുക്കുന്നത്. അതൊക്കെ ശരിയായിരിക്കാം, പക്ഷെ അങ്ങനെയല്ല. വാടകയൊന്നും കൊടുക്കാത്ത നിങ്ങളുടേത് സ്വന്തമായിട്ടൊരു വീട്, അത് ഇൻഷാ അല്ലാ പണി കഴിപ്പിച്ച് അതിലേക്ക് മാറണം. അതുകൂടി ഉണ്ട് മനസ്സിൽ എനിക്കും അക്കും. എന്നാൽ അത് കേട്ടപ്പോൾ ഉസ്താദിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ഷാമോനെ അത് വേണ്ട, ഇനി ഞാൻ എങ്ങനെയെങ്കിലൊക്കെ അത് ഉസ്താദെ നിങ്ങൾ വിഷമിക്കില്ലേ, അതൊക്കെ വഴിയുണ്ടാകും. സത്യം പറഞ്ഞാൽ ഷമ്മാസിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ നമ്മുടെ സമീറയും ഉസ്താദും കരഞ്ഞു പോവുകയാണ് ചെയ്തത്. എന്നാൽ ഒരിക്കൽ കൂടി തൻ്റെ പെങ്ങളെ തിരിഞ്ഞു നോക്കി. പെങ്ങളെ എന്നാൽ ഞാൻ പോയിട്ട് വരട്ടെ. ഷാമോനെ ഇടയ്ക്കിടയ്ക്ക് മക്കളെ കാണാൻ വരണം കേട്ടോ. മക്കൾ മാമനെ കാത്തിരിക്കും തീർച്ചയായും. ഷമ്മാസ് ഒരിക്കൽ കൂടി തൻ്റെ മക്കളെ ചേർത്ത് പിടിച്ചു. മോളെ ഐഷു, വാവകളെ നോക്കണം കേട്ടോ. മാമന് പോവുകയാണോ? അതെ മോളെ പോട്ടെ. പിന്നെ എന്തായാലും നല്ല രീതിയിൽ മക്കളെയൊക്കെ നോക്കി നിൽക്കട്ടോ. പിന്നെ ഷമിത്ത എന്നാൽ ഞാനങ്ങോട്ട്. എന്നാൽ ഉസ്താദ് പറഞ്ഞു, പോവല്ലടാ, എന്തെങ്കിലും കഴിച്ചിട്ട് പോ. സത്യം പറഞ്ഞാൽ നിങ്ങളൊക്കെ ഉണ്ടായപ്പോൾ നമുക്ക് ആരൊക്കെയേ ഉള്ള പോലെയായി. ആരുമില്ലായിരുന്നു. എൻ്റെയും ഓളുടെയും ജീവിതത്തിൽ അങ്ങനെ ആയിരുന്നല്ലോ. ഉള്ളതെല്ലാം നഷ്ടപ്പെട്ടപ്പോൾ ചേർത്ത് പിടിച്ചത് പുത്തൻ വീട് തറവാട്ടുകാരാണ്. അതെ, ഷാമോനും ഐഷുമ്മയും ഞങ്ങളുടെ ജീവിതത്തിലേക്ക് മറക്കാൻ പറ്റാത്ത ആളുകളാണ്. ഒരിക്കൽ പോലും മറക്കാൻ കഴിയില്ല. ഷമ്മാസ് ഉസ്താദിനെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. എന്താ ഉസ്താദേ നിങ്ങളിങ്ങനെ കരഞ്ഞാലെങ്ങനെ? ഈ മക്കളെയും ഇവളെയൊക്കെ നിങ്ങൾ സ്നേഹത്തോടെ സന്തോഷത്തോടു കൂടി നിങ്ങൾ ജീവിക്കുന്നത് കാണുമ്പോഴാണ് ഞങ്ങളുടെ മനസ്സ് നിറയുക. ഉസ്താദേ വൈകാതെ തന്നെ സ്വന്തമായൊരു വീട്, അതൊക്കെ ഷാമോൻ അതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ ചിന്തിക്കുകയേ വേണ്ട. ഞങ്ങളൊക്കെ അൽഹംദുലില്ലാ റാഹത്തോടു കൂടി പോകുന്നുണ്ട്. എന്നാൽ സമീറക്ക് വല്ലാത്ത സങ്കടമായി. ഷാമോനെ പോകല്ലേ, എന്തെങ്കിലും കുടിച്ചിട്ട് പോകാം ഇത്ത. പിന്നെ ഉമ്മ പറഞ്ഞിട്ടില്ല നിങ്ങളോട് വെറുതെ നിങ്ങൾ അതും ഇതും ഓടിപ്പാഞ്ഞ് പണിന്നെടുക്കരുതെന്ന് കുറച്ചൊക്കെ ശ്രദ്ധിക്കാൻ പറഞ്ഞില്ലേ മോനെ? അതൊക്കെ ശരി തന്നെ ആയിരിക്കും, പക്ഷെ മോൻ പോവല്ലേ, എന്തെങ്കിലും കഴിച്ചിട്ട്. എന്നാൽ ഉസ്താദ് പറഞ്ഞു, അതെ ഫ്രിഡ്ജിൽ പാലുണ്ട്, എന്നാൽ അവനക്ക് നീ അല്ല വേണ്ട, അവനക്ക് ഞാൻ ഉണ്ടാക്കി കൊടുത്തോളാം. എന്നാൽ അത് കേട്ടപ്പോൾ ഷമ്മാസ് ഒരു നിമിഷം, ഉസ്താദേ എൻ്റെ ഉമ്മ പറയാറുണ്ട്, അത് അറിവുള്ളവർക്ക് കല്യാണം കഴിപ്പിച്ച് കൊടുത്താലേ ഭാര്യമാർക്ക് അവിടെ സ്വർഗമായിരിക്കുമെന്ന്. ആ ഒരു ഇതാണ് ഞാൻ ഇപ്പോൾ ഇവിടെ കാണുന്നത്. സമീറ കുഞ്ഞുങ്ങളെയും കൊണ്ട് അകത്തിരിക്കുകയാണ്. ആ സമയത്ത് ഉസ്താദ് പറഞ്ഞു, ഷമി നിൻ്റെ വിഷമം ഞാൻ തീർത്തു കൊടുത്തോളാം. ഞാൻ അവനക്ക് നല്ലൊരു ജ്യൂസ് ഫ്രൂട്ട്സ് രൂപമുണ്ട്, അല്ലെങ്കിൽ ഒരു ചായ. ഷാമോൻ എന്താ? എൻ്റെ പൊന്നുസ്താദെ ഒന്നും വേണ്ട, ഒരു ഗ്ലാസ് പച്ചവെള്ളം മാത്രം മതി. അത് പറഞ്ഞാൽ എങ്ങനെ? നമുക്ക് രണ്ടുപേർക്കും ഒരു ചായ ഇട്ട് കുടിക്കാം, അതല്ലേ നല്ലത്. അങ്ങനെ അപ്പോൾ തന്നെ അതാ ഉസ്താദ് നല്ലൊരു സ്പെഷ്യൽ ചായ ഇടുന്നു. അതിൽ ഏലക്കായൊക്കെ ചേർത്ത് നല്ല ലിപ്റ്റൺ ചായപ്പൊടിയൊക്കെ ചേർത്തിട്ട് അടിപൊളി ഒരു 2 ചായ ഇട്ട് ഉസ്താദ് കൊണ്ടുവരുന്നു. കൂട്ടത്തിൽ സമീറാക്കും ഐഷുവിനുള്ളത് പ്രത്യേകം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ 2 കപ്പ് ഉസ്താദ് കൊണ്ടുവന്നു. ഷാമോൻ ഇരിക്കേ,
എന്നാൽ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് പറഞ്ഞ് അതാ ഉസ്താദിൻ്റെ കൂടെ ഷമ്മാസ് ചായ കുടിച്ചപ്പോൾ, ഉസ്താദേ സത്യം പറയാലോ, എൻ്റെ ഉസ്താദിന് ഇത്രമാത്രം കൈപ്പുണ്യമുണ്ടോ? എന്ത് ടേസ്റ്റാണ് ഉസ്താദ് ഈ ചായ. ഷമോനെ, അത് പിന്നെ നമ്മൾ ആണുങ്ങളാകുമ്പോഴേ എന്നും പെണ്ണുങ്ങളുടെ കഴിച്ച ശീലമാകുമ്പോഴേ ഇടയ്ക്ക് ആണുങ്ങളൊന്ന് കുക്ക് ചെയ്യുമ്പോഴേ അത് ടേസ്റ്റ് മാറുമല്ലോ, അതുകൊണ്ടാണ്, അല്ലാതെ പ്രത്യേകിച്ച് ടേസ്റ്റ് ഉണ്ടായിട്ടൊന്നുമല്ല. എന്നാൽ ഉസ്താദ് പറഞ്ഞു, അതേ ഷാമോനെ, ഇന്ന് മുതലേ ഞാൻ ഡ്യൂട്ടി തുടങ്ങുകയാണ്, കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ ഇനി ഞാനാണ്. സത്യം പറഞ്ഞാൽ ഷമ്മാസിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ഉസ്താദേ, എന്നാൽ സമീർ അത് കേട്ടു. അവൾ പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല കേട്ടോ, അങ്ങനെയൊന്നുമില്ല. പിന്നെന്താടി, ഐഷും എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അവളെ നല്ലോണം നോക്കണമെന്ന്. ഉസ്താദേ, അല്ലെങ്കിലും നിങ്ങൾക്ക് ഭാര്യമാരോട് പ്രത്യേക ഒരു സ്നേഹമായിരിക്കും, എനിക്ക് നന്നായിട്ടറിയാം. ഉമ്മ പറഞ്ഞിട്ടുണ്ട്, പഠിച്ചവരല്ലേ, ദർസിലും കിതാബൊക്കെ ഓതി പഠിച്ചവരൊക്കെ ആകുമ്പോഴേ അവർക്ക് ഭാര്യമാരോട് എങ്ങനെ പെരുമാറണം, എന്ത് ചെയ്യണം എന്നൊക്കെ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ എൻ്റെ ഉസ്താദേ, എനിക്കറിയാം എൻ്റെ പെങ്ങൾ ഇവിടെ സുരക്ഷിതമായിരിക്കുമെന്ന്. ഷാമോനെ, സത്യമായിട്ടും ഒരിക്കൽ പോലും വേദനിപ്പിക്കില്ല, മരണം വരെ, അതാണ് എൻ്റെ നെയ്യത്ത്. അങ്ങനെ അതാ അവർ ചായ എല്ലാം കുടിച്ച്, എന്നാൽ ഷാമോനെ, എന്നാൽ ശരി പെങ്ങളെ, എന്നാൽ ഞാൻ ഇറങ്ങട്ടെ. സമീറയോട് വീണ്ടും അതാ പറയുന്നു. ഷാമോനെ, ആയിക്കോട്ടെ, ഒരുപാട് നന്ദിയുണ്ട്. പടച്ച റബ്ബിൻ്റെ റഹ്മത്ത് കൊണ്ടാണ് എനിക്കിതെല്ലാം ലഭിച്ചത്, എല്ലാം അള്ളാഹുവിൻ്റെ കാരുണ്യം. എന്തായാലും അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിച്ച് അനുഗ്രഹിക്കട്ടെ, ആമീൻ. സ്നേഹത്തോടെ അതാ ഷമ്മാസ് അവിടെ നിന്നും യാത്ര പറഞ്ഞിറങ്ങി. എന്നാൽ ഐഷു അത് നോക്കി നിന്നു. ഐഷുവിന് ഷമ്മാസിൻ്റെ കൂടെ പോകണം എന്നൊരു തോന്നൽ. എന്താ ഐഷു? ഞാനും പോകട്ടെ ആപ്പാപ്പാൻ്റെ ഒപ്പം? അതെ, നവാസിൻ്റെ മക്കൾ വിളിക്കുന്നത് കേട്ട് പലപ്പോഴും അവൾ പല പേരുകളുമാണ് വിളിക്കുന്നത്. എന്നാൽ ആപ്പാപ്പാൻ്റെ ഒപ്പം പോട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉസ്താദ് പറഞ്ഞു, അപ്പം നമ്മുടെ കുട്ടികൾക്ക് ആരാ? കുഞ്ഞു വാവകൾക്ക് ആരാ? നീ ഇത്താത്തയല്ലേ, പോയി കഴിഞ്ഞാൽ പിന്നെ അവരെ ഉറക്കാനും ഉണർത്താനൊക്കെ ആരാ മോളെ ഉണ്ടാകുക? എന്നാൽ ഐഷുവിന് ഷാമോൻ ഇറങ്ങിയപ്പോൾ വല്ലാത്ത സങ്കടം. കാരണം ഷാമോൻ എന്ന് വെച്ചാൽ അവന് അങ്ങനെ കുട്ടികളെയും മക്കളെയൊക്കെ നല്ല രീതിയിൽ സ്നേഹത്തോടെ നോക്കുന്ന ആളായിരുന്നു. അതുകൊണ്ട് തന്നെ ഐഷുവിന് അവൻ ഇറങ്ങിപ്പോകുമ്പോൾ മനസ്സ് വല്ലാതെ വിഷമിച്ചു. എന്നാൽ ഷമ്മാസ് തിരികെ വന്ന്, ഐഷു, അപ്പപ്പൻ്റെ കുട്ടീനെ അപ്പപ്പ കൊണ്ടുപോയിക്കൊണ്ടിട്ടോ, ഇപ്പോൾ അപ്പപ്പൊക്കെ ഷോപ്പിൽ പോവാണ് കേട്ടോ, ഷോപ്പിൽ പോയിട്ട് വരാട്ടോ. എന്തെൻ്റെ കുട്ടിക്ക് വേണ്ടത്? ഒന്നും വേണ്ട, അപ്പപ്പന്നെ മതി. എന്നാൽ അത് കണ്ട് ഉസ്താദിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അതെ, കുട്ടികളോടായാലും സ്നേഹത്തോടെ പെരുമാറിക്കഴിഞ്ഞാൽ അവർക്ക് തിരിച്ചും സ്നേഹം ഉണ്ടാവും. ഷമ്മാസ് പോകുന്നത് കണ്ടപ്പോൾ അവളുടെ ഹൃദയം വല്ലാതെ അങ്ങ് പിടച്ചിരുന്നു. എന്നാൽ ഈ സമയം ഐഷുമ്മ, പഠിച്ചോനെ, ആ റൂം കണ്ട് നോക്കാൻ വയ്യ, ആ റൂമിൽ നിന്ന് കുട്ടികളെ കരച്ചിലും കേൾക്കണില്ല. അവിടെ അത് ക്ലീൻ ചെയ്യുകയായിരുന്നു നുസൈബ. മോളെ, എനിക്കടി എന്തോന്ന് ഇടങ്ങാറ് തോന്നാണ്. ഉമ്മ സാരല്ല ഉമ്മ, എന്തായാലും അവരിത്ര നിന്നില്ലേ മോളെ, എന്ന് മറന്നു കിട്ടണം. അവരിവിടെ ഉണ്ടാകുമ്പോഴൊരു ബർക്കത്താണ് മോളെ ആ കുട്ടികളെ കരച്ചിൽ കേൾക്കുമ്പോൾ. അല്ലെങ്കിൽ ചെറിയ കുട്ടികളുള്ള വീട് ബർക്കത്തുള്ള വീടാണല്ലോ. എന്തൊക്കെ തന്നെയാലും അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിച്ച് അനുഗ്രഹിക്കട്ടെ, ആമീൻ. ശരിക്കും ആ ഉമ്മയുടെ സ്നേഹം കണ്ടറിഞ്ഞു നുസൈബയും അതുപോലെ മിസ്രിയും റാഹിലിയുമെല്ലാം. എല്ലാം വാങ്ങിക്കൊടുത്ത് സന്തോഷത്തോടു കൂടി വീട്ടിലേക്ക് പറഞ്ഞയച്ചപ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു വേദന, പ്രയാസം. പടച്ച റബ്ബേ, അല്ലാ അവർക്ക് നല്ല സുഖസുന്ദരമായ ജീവിതം കൊടുക്കണേ അല്ലാ, ആമീൻ. ഐഷുമ്മ ഹൃദയം പൊട്ടി ദുആ ചെയ്തു. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ടവർ, ഇന്നലെ സ്റ്റോറി വിട്ടിട്ടില്ലായിരുന്നു. ഇന്നലെ എൻ്റെ ബ്രദർ വന്നപ്പോഴേ പിന്നെ അവൻ്റെ കൂടെ ചില സ്ഥലങ്ങളിലൊക്കെ പോയി വന്നപ്പോൾ ഒരുപാട് ലേറ്റായി. ഞാൻ റെക്കോർഡ് ചെയ്യാൻ നിന്നപ്പോഴേക്കും ഉറക്കം വരിക, അപ്പോൾ പിന്നെ ഞാൻ റെക്കോർഡ് ചെയ്തില്ല. എന്നാലും പലരും ചോദിച്ചിട്ടോ, എന്താ സ്റ്റോറി ഒന്നും കണ്ടില്ലല്ലോ എന്നൊക്കെ ചോദിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സ് നിറഞ്ഞു. ഞാൻ പ്രത്യേകമായിട്ട് ദുആ ചെയ്ത്, പഠിച്ചവൻ എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ടല്ലോ, അവർക്ക് അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യണേ റഹ്മാനേ, ആമീൻ എന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ നിങ്ങൾ ചോദിക്കുമ്പോൾ എൻ്റെ മനസ്സ് നിറയും. നമ്മൾ കണ്ണീരോടെ പടച്ച റബ്ബിനോട് ദുആ ചെയ്താൽ അല്ലാഹു എല്ലാം നമുക്ക് നമ്മളെ പ്രാർത്ഥനകൾ സ്വീകരിക്കുമല്ലോ. അപ്പോൾ ഇൻഷാ അല്ലാ ഇനിയും നമുക്ക് ഒരുപാട്, എൻ്റെ കൂടെ നിങ്ങൾ ഒരുപാടായില്ലല്ലേ കൂടിയിട്ട്, വർഷങ്ങളായി കൂടിയിട്ട്. സത്യം പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്.
എല്ലാവർക്കും ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലുമൊക്കെ അസുഖം കൊണ്ട് ബുദ്ധിമുട്ടാണെങ്കിൽ അവരുടെ എല്ലാ അസുഖങ്ങളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല തീർത്തു തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.